രോഗശാന്തി ആന്തരിക സൗഖ്യത്തിലൂടെ ഫാദർ വർഗീസ് കരിപ്പേരി. ഉപസംഹാരം: വിദ്വേഷത്തിൻ്റെ വേര് നമ്മിൽ നിന്ന് നീക്കം ചെയ്യുമ്പോൾ ദൈവകൃപ നമ്മിലേക്ക് സമൃദ്ധമായി ഒഴുകും. എല്ലാ മനുഷ്യരുമായി സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. എബ്രായർ 12:14-15 വരെയുള്ള വാക്യങ്ങൾ. പത്രോസിനോട് ഈശോ പറഞ്ഞ വാക്കുകൾ ഓർമ്മയിൽ വരുന്നു. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്കു ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. വിശുദ്ധ മത്തായി 16:19. ഭൂമിയിൽ കെട്ടുന്നതിൻ്റെയും അഴിക്കുന്നതിൻ്റെയും ശക്തി സ്വർഗത്തിലും ഉളവാകുന്നു. എങ്കിൽ നമ്മൾ ക്ഷമിക്കുമ്പോൾ ഇതൊക്കെ തന്നെയല്ലേ സംഭവിക്കുന്നത്? ഇത് മറ്റൊരു ഭാഷയിൽ ദൈവവചനത്തിൽ വിവരിക്കുന്നുണ്ട്. മറ്റുള്ളവരോട് അവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. വിശുദ്ധ മത്തായി 6:14. നാം ക്ഷമിക്കുമ്പോൾ ക്ഷമിക്കുന്ന എന്നിലും ക്ഷമിക്കപ്പെട്ട വ്യക്തിയിലും ദൈവിക ശക്തി പ്രകടമാകുന്നു. അത് കണ്ട് സ്വർഗം സന്തോഷിക്കുന്നു. ഇതാ, ക്ഷമയാകുന്ന സുവർണ്ണ താക്കോൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. അത് ഉപയോഗിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളുടെ മാനുഷിക ബുദ്ധി ഉപയോഗിച്ച് ഇത് നിസ്സാരമാക്കി തള്ളിക്കളയാനുള്ള അവകാശവും നിങ്ങൾക്കുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ വിശ്വാസത്താൽ കടന്നുവന്ന് ആ സുവർണ്ണ താക്കോൽ ഉപയോഗിക്കുക. ക്ഷമയുടെ ദിവ്യമായ ശൈലി നിങ്ങളെ ഒരു പുതിയ ലോകത്തിലേക്ക്, സ്വർഗീയ സന്തോഷത്തിലേക്ക് ആനയിക്കും. ആ ആത്മീയ സന്തോഷം നിങ്ങൾക്ക് രോഗസൗഖ്യം ഉണ്ടാകുവാൻ കാരണമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വെറുപ്പിന് പകരം ക്ഷമയുടെ ശൈലി ഉപയോഗിക്കുന്നത് പോലെ ഭയത്തിന് പകരം സ്നേഹവും, ഉത്കണ്ഠയ്ക്ക് പകരം ദൈവപരിപാലനയും, സംശയത്തിന് പകരം വിശ്വാസവും, അപകർഷതയ്ക്ക് പകരം ആത്മാഭിമാനവും നിറയ്ക്കുന്ന ചിന്തകൾ ഉപയോഗിച്ച് ചിന്താശുദ്ധീകരണം നടത്തി രോഗസൗഖ്യം നേടിയെടുക്കാൻ നമുക്ക് ശ്രമിക്കാം. നാം അറിയാതെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി ദൈവത്തിന് നന്ദി പറയാം. നാഥ, എന്നെ നയിച്ചാലും ഹിംസയുടെ ലോകത്തിൽ നിന്ന് അഹിംസയുടെ ലോകത്തിലേക്ക്, വേദനയുടെ ലോകത്തിൽ നിന്ന് സന്തോഷത്തിൻ്റെ ലോകത്തിലേക്ക്, അടഞ്ഞുകിടക്കുന്ന ലോകത്തിൽ നിന്ന് തുറന്നു കിടക്കുന്ന ലോകത്തിലേക്ക്, മതിലുകളുടെ ലോകത്തിൽ നിന്ന് പാലങ്ങളുടെ ലോകത്തിലേക്ക്, കവർച്ചകളുടെ ലോകത്തിൽ നിന്ന് പങ്കുവെക്കുന്ന ലോകത്തിലേക്ക്, നിരാശയുടെ ലോകത്തിൽ നിന്ന് പ്രത്യാശയുടെ ലോകത്തിലേക്ക്, പ്രതികാരത്തിൻ്റെ ലോകത്തിൽ നിന്ന് ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ ലോകത്തിലേക്ക്, അധികാരത്തിൻ്റെ ലോകത്തിൽ നിന്ന് ശുശ്രൂഷയുടെ ലോകത്തിലേക്ക്, വെറുപ്പിൻ്റെ ലോകത്തിൽ നിന്ന് പരസ്നേഹത്തിൻ്റെ ലോകത്തിലേക്ക്, ഉത്കണ്ഠയുടെ ലോകത്തിൽ നിന്ന് ദൈവപരിപാലനയുടെ ലോകത്തിലേക്ക് നാഥ എന്നെ നയിച്ചാലും. ഫാദർ വർഗീസ് കരിപ്പേരി. രോഗശാന്തി ആന്തരിക സൗഖ്യത്തിലൂടെ എന്ന പുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു.